ബിജെപിയുടെ സമര വിജയത്തിന് പിന്നാലെ ബിജെപിയും കേന്ദ്ര സർക്കാരിനെയും ഞെട്ടിച്ച് പുതിയൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ രൂപപ്പെടുകയാണ്. E20 ജനതാ പാർട്ടി എന്ന പേരിലാണ് അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഗ്രൂപ്പിലേക്ക് ഫോളോവേഴ്സ് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ശുദ്ധമായ പെട്രോൾ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. രാജ്യത്ത് ഉപയോഗിക്കുന്ന 20% എഥനോൾ ചേർത്ത പെട്രോളിനെതിരെയും മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെയുമാണ് കൂട്ടായ്മ. E20 ജനതാ പാർട്ടി 100% പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തിനു വേണ്ടി പോരാടുന്നു. തങ്ങളുടെ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കിലേക്ക് എന്ത് പോകണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് എക്സ് അക്കൗണ്ടിന്റെ ബയോയിൽ പറയുന്നത്. CJP സമരത്തിൽ നിന്ന് പിന്തുണ ഉൾക്കൊണ്ടാണ് E20 ജനതാ പാർട്ടിയുടെയും രൂപീകരണമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം ആരാണെന്ന് വ്യക്തമല്ല. അംഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും CJP അക്കൗണ്ടിൽ കണ്ടതുപോലുള്ള ഒരു കുതിച്ചുചാട്ടം ഇതിൽ കാണാനില്ല. 20% എഥനോൾ അടങ്ങിയ പെട്രോൾ ഉപയോഗിക്കുന്നത് മൈലേജ് കുറയ്ക്കുന്നതിനൊപ്പം എഞ്ചിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപക പ്രചാരണമുണ്ട്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്ര സർക്കാർ. പരിശോധനയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പൂർണ്ണമായും സുരക്ഷിതമാണെന്നും പഴയ പെട്രോളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കില്ലെന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം നിലവിൽ രാജ്യത്തെ 20 കോടിയിലധികം ഇരുചക്ര വാഹനങ്ങളും 3 കോടിയിലധികം കാറുകളും E15, E20 പെട്രോളുകളിൽ ഓടുന്നവയാണ്. പെട്രോളിൽ 20%-ലധികം എഥനോൾ ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ നേട്ടങ്ങളെക്കാൾ രാജ്യത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഉയർന്ന നിലയിൽ കാണുന്നതിന്റെ ഉദാഹരണമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുമെന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. BJP നേതാക്കൾക്ക് ഏതൊരു പദവിയേക്കാളും പ്രധാനം രാജ്യവും രാജ്യത്തെ യുവാക്കളുമാണെന്നാണ് രാജിക്ക് പിന്നാലെ അമിത്ഷാ പ്രതികരിച്ചത്. BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും പ്രധാനപ്പെട്ടത് രാജ്യവും യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഈ തത്വത്തിന്റെ ഉദാഹരണമാണ്. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കുറ്റക്കാരെ കർശനമായി ശിക്ഷിക്കുന്നതിനായി മോദി സർക്കാർ സ്വീകരിച്ച തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിൽ ധർമ്മേന്ദ്ര പ്രധാൻ നിരവധി പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കൽ, PM ശ്രീ സ്കൂളുകളുടെ വ്യാപനം, ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം, പരീക്ഷകളിൽ മാതൃഭാഷകളുടെ ഉപയോഗം, നൈപുണ്യ വികസനം, വ്യാവസായിക അക്കാദമിക മേഖലകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയെക്കുറിച്ച് അമിത്ഷാ എടുത്തു പറഞ്ഞു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന് പിന്തുണയുമായി BJP നേതാക്കൾ എത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കളാണ് അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ചത്. പ്രധാനൊപ്പം BJP ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കാനാണ് സന്ദർശനം. പിന്തുണ അറിയിച്ച് നേതാക്കൾക്കൊപ്പം പാർട്ടി പ്രവർത്തകരും എത്തുന്നുണ്ട്. അതിനിടെ പ്രധാന്റെ രാജിയെ പിന്തുണച്ച അമിത്ഷാ രംഗത്തെത്തിയതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. അതേസമയം രോഗക്കിടക്കയിൽ നിന്ന് നന്ദി പറഞ്ഞ് അഭിജിത്ത് ദീപ്കെ. സമരം വിജയിപ്പിച്ച ഓരോരുത്തർക്കും നന്ദിയെന്നും വിമർശിച്ച് നേർവഴി നടത്താൻ ശ്രമിച്ചവർക്ക് നന്ദിയെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. CJP മുന്നോട്ട് വച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പാക്കാൻ ഒപ്പമുണ്ടാകുമെന്നും ദീപ്കെ വ്യക്തമാക്കി. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനിയും ഏറെ ദൂരം പോകാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടൈഫോയിഡ് ബാധിതനായ അഭിജിത്ത് ആശുപത്രി കിടക്കയിൽ നിന്നാണ് കഴിഞ്ഞ ദിനം സമരവേദിയിലെത്തിയത്. അതേസമയം CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കാത്ത ഡൽഹി പോലീസ്. പ്രോസിക്യൂഷൻ വിടുതൽ നടപടികളിൽ അന്തിമ തീരുമാനം സർക്കാരിന്റെ തീരുമാനമുണ്ടായാൽ തുടരന്വേഷണം നിർത്തിവെക്കും. സംഘർഷത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ള യുവതി സാക്ഷിയുടെ നിലയിൽ പുരോഗതിയെന്ന് RML ആശുപത്രി അധികൃതർ അറിയിച്ചു. ബീഹാറിലെ നീറ്റ് പ്രതിഷേധത്തിൽ സിവാനിലെ വെടിവെപ്പിൽ പരിക്കേറ്റത് 3 പേർക്കാണെന്നും സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.